മെറ്റഡായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളുടെ ഒരു താക്കോലായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ, ചില വാക്യങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്കൊരു പുതിയ ഒരു അറിവായിട്ട്, ഒരു അഭിഷേകമായിട്ട് അത് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:38 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലെ ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാചി ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നല്ലോ. ഈ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. അവൻ നന്മ ചെയ്തു, പിശാചി ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഹൗ ഗോഡ് അനോയിൻറ്റഡ് ജീസസ് ഓഫ് നസറത്ത്. ഇവിടെ യേശു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു വലിയ ദൗത്യവുമായിട്ടാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് മുമ്പ് അത് ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് വന്നു. ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ യേശു തന്നെ ദൈവമായിരുന്നു, യേശു തന്നെ പരിശുദ്ധാത്മാവായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്നുവെച്ചാൽ ആ ട്രൈയൂൺ ഗോഡിനകത്തുള്ള കണ്ടന്റാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. 2 കണ്ടന്റ് അവിടെ ഉണ്ട്. നമ്മുടെ ബൈബിൾ ടീച്ചിങ്ങിനകത്തൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ശക്തി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ശക്തിയുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് ഒരു മനുഷ്യനിൽ വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ അവനെ ഡയറക്റ്റായിട്ട് റിപ്പൻറ്റൻസിലേക്ക് നടത്തുന്ന, റീജനറേഷനിലേക്ക് നടത്തുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഓക്കെ, പാപത്തെക്കുറിച്ചുള്ള ബോധം, നീതിയെക്കുറിച്ചുള്ള ബോധം ഒക്കെ കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവനിലെ പ്രവർത്തനം പരിശുദ്ധാത്മാവ് തുടങ്ങി വെച്ചിട്ട് ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് വരികയും, അതിനാണ് സ്പിരിച്വൽ ബാപ്റ്റിസം എന്ന് പറയുന്ന, ആത്മാവിലുള്ള സ്നാനം എന്ന് പറയുന്നത്. ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ്. അതിന് അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കയറി വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് അവൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ സീൽ ചെയ്യുകയാണ്. നീ ദൈവത്തിൻ്റെ വകയാണെന്ന് പറഞ്ഞ് ആ മുദ്ര അവന് കൊടുക്കുകയാണ്. ഓക്കെ, അത് സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നടക്കുന്നതാണ്. ഇത് മതി എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് സഭകളുണ്ട്. പിന്നെ നമ്മൾ പഠിക്കും, പരിശുദ്ധാത്മാവിൽ നിറയുന്ന കാര്യമൊക്കെ നമ്മൾ പറയും, ഒക്കെ പറഞ്ഞങ്ങ് പോകുന്നതാണ് പൊതുവെ ഉള്ളത്. എന്നാൽ യേശുവിന് പോലും ഈ 10:38 ദൈവം അവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു, ശക്തിയാൽ അഭിഷേകം ചെയ്തു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലേ, പിന്നെ വേറെ അഡീഷണൽ ഒരു ശക്തിയുടെ കാര്യം പറയണം. ഈ ഒരു ചോദ്യമാണ് നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടാക്കേണ്ടത്. ഗോഡ്സ് പവർ, ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനില്ലേ? ഉണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഹി എന്നുള്ള പ്രോനൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് എന്നും പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം? ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി. അതിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. യേശുക്രിസ്തു സ്നാനമേറ്റിട്ട് യേശുക്രിസ്തുവിനെ നേരെ നടത്തിയത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം മരുഭൂമിയിലേക്കാണ്. അവിടെ ചെന്ന് അവൻ വിവിധമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പരീക്ഷകൾ, ടെസ്റ്റിങ്ങിൽ കൂടി കടന്നു പോവുകയാണ്. ഈ ടെസ്റ്റിങ്ങിൽ കൂടി കടന്നു പോയതിന് ശേഷമാണ് അവന് അഭിഷേകം വന്നിട്ട്, അതിനു മുമ്പ് അഭിഷേകം വന്നു കേട്ടോ, പ്രാവ് ഇറങ്ങി വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഡിക്ലറേഷൻ ഉണ്ടെങ്കിലും
പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഒരു അനോയിൻറ്റിങ് കഴിഞ്ഞ് അവൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ട് വന്നത് ലൂക്കോസ് 4:18 അവൻ പ്രസ്താവിക്കുമ്പോൾ മാത്രമാണ്. എൻ്റെ പ്രകടന പത്രികയായിട്ടുള്ള അതിനകത്ത് എന്തോ പറയുന്നത്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ഈ പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് ശക്തിയാൽ അഭിഷേകം ചെയ്യാൻ ദൈവം അവനോടുകൂടെ ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചതിലൊക്കെ സൗഖ്യമാക്കി. ഒപ്രസ്ഡായിട്ടുള്ളവരെ, കെട്ടപ്പെട്ടവരെ യേശു സൗഖ്യമാക്കി. അത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് മാത്രമല്ല, അവൻ്റെ ശക്തി അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്താണ്? പീഡിതന്മാരെ വിടുവിച്ചയക്കുക, ബദ്ധന്മാരെ വിടുവിച്ചയക്കുക, പീഡിതന്മാരെ വിടുവിച്ചയക്കുക, കർത്താവിൻ്റെ പ്രസംഗിക്കുക. ഇങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് അവിടെ പറയുന്നുണ്ട് 4:18 ലൂക്കോസ് 4:18. അപ്പോൾ യേശു സൗഖ്യമാക്കിയത് കെട്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ളവരെ ആണ്. കർത്താവിൻ്റെ ശക്തിയാൽ സൗഖ്യം വന്നു. ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ, ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ജീസസ് ഈസ് വേർഡ്, ദൈവം വചനമാണ്. യോഹന്നാൻ 1:1. ഗോഡ് അനോയിൻറ്റഡ് ഹിം വിത്ത് ദ വേർഡ്, അനോയിൻറ്റഡ് ദ വേർഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ. ദൈവവചനത്തെ അവൻ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതാണ് ഈ 10:38 ഇപ്പം പറഞ്ഞത്. സോ വേർഡ് വിത്തൗട്ട് പവർ ഈസ് യൂസ്ലെസ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് വേർഡിന്, ദൈവവചനത്തിന് പോലും ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം. അതിനകത്ത് ഇൻബിൽറ്റായിട്ട് ശക്തിയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് ബ്രൂഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് അതിന് ശക്തിയുണ്ട്. എന്നാൽ ആ ബാക്ക് ചെയ്തില്ലെങ്കിൽ അത് ഫലം ചെയ്യത്തില്ല. ഈ ദൈവവചനത്തിൽ ശക്തി പ്രതിഫലിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പം നമ്മൾ പള്ളിയിലും സഭായോഗങ്ങളിലും പലയിടത്തുമൊക്കെ പോയി പല കൺവെൻഷനും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ദൈവവചനം പലരും വായിക്കുന്നുണ്ട്, വായിച്ചു വിടുന്നുണ്ട്. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർന്നു. പക്ഷെ ഇപ്പോഴും പഴയ തദൈവ തന്നെ, ഒരു വ്യത്യാസമില്ല. 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ബൈബിൾ വായിച്ചു തീർന്നു. എന്നിട്ടും എൻ്റെ ജീവിതം പഴയതുപോലെ തന്നെ. എന്താ കാര്യം? ദ വേർഡ് വിത്തൗട്ട് പവർ ഈസ് യൂസ്ലെസ്. വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലായിടവും ദൈവത്തിൻ്റെ ആ രീതിയിൽ അത് പ്രവർത്തിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഫർമേഷൻ നമുക്ക് വേണം. അതാണ് ആദ്യം വേണ്ടത്. ദൈവവചനം വായിക്കുമ്പോഴേ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും, അതിനകത്തുള്ള കാര്യങ്ങൾ, ഒരു അറിവ്. ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതിനെ നമ്മളൊന്ന് ഇൻറ്റർപ്രിട്ടേഷൻ നടത്തണം, അതൊന്ന് വ്യാഖ്യാനിക്കണം. ഈ വ്യാഖ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ വേണം. അതാണ് റിപ്പീറ്റഡായിട്ട് വായിക്കുകയും ദൈവസേനയിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയാം. അത് റിപ്പീറ്റഡായിട്ട്, അതാണ് നമുക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന എന്താ ഇൻഫർമേഷൻ. അത് വായിക്കുമ്പോൾ പിന്നെ അതൊന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്യണം. ഇൻറ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഒരു റെവലേഷനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും കൂടെ വരുമ്പോഴാണ് ഈ കർത്താവിൻ്റെ ശക്തി ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴേ യു വിൽ നോട്ട് ബി ദ സെയിം പേഴ്സൺ ആസ് യെസ്റ്റർഡേ. ഇന്നലെ ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസമായിരുന്നു. അതെങ്ങനെ അറിയാം പാസ്റ്ററെ? യെസ്, വേർഡ് ഹാസ് ദ പവർ ടു ചേഞ്ച്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ശക്തി വേർഡിനുണ്ട്. സോ വേർഡ് ഹാസ് ദ പവർ. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൽ വന്നാൽ മാത്രമേ അത് ഫലം കായ്ക്കുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനത്തെ, വേർഡിനെ പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നസ്രയനായ യേശുവിനെ. ഈ നസ്രയനായ യേശുവായിരുന്നു വേർഡ്. ഹലോ, യേശുവാണ് വേർഡ്. അപ്പോൾ ഈ വേർഡിനെ പരിശുദ്ധാത്മാവിനുള്ള ശക്തിയാലും അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ. യോഹന്നാൻ 14:16 I will pray to the Father and he shall give you another comforter that he may abide forever. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ
സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടത് തരും. ഹീ വിൽ ഗീവ് അനദർ ഹെൽപ്പർ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹെൽപ്പറെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പർ, നിങ്ങൾക്കൊരു സഹായി, അതാണ് പരിശുദ്ധാത്മ. എന്തിനാണ്? അബൈഡ് ഫോർ എവർ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. ഇറ്റ് ഈസ് നോട്ട് എ ഹെൽപ്പർ, അനദർ ഹെൽപ്പർ. ഹലോ, ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ ഹെൽപ്പർ, അനദർ ഹെൽപ്പർ. യു കനോട്ട് ഡു ദ ഹീലിംഗ് വിത്ത് ദ ഹെൽപ്പർ, ബട്ട് അനദർ ഹെൽപ്പർ. അനദർ മീൻസ് അലോസ്. ഗ്രീക്കിലെ അനദർ ഓഫ് ദ സെയിം കൈൻഡ്. ഹെൽപ്പർ ഈസ് പാരാക്ലീറ്റോസ്. So allos means another, same meaning, another. Heteros is opposite, another meaning. Heteros is different, but this helper is, ഈ ഹെൽപ്പർ എന്ന് പറയുന്നത് അതേ കൈൻഡാണ്, അതേ തരമാണ്. മനസ്സിലായല്ലോ? യേശുവിൻ്റെ അതേ തരം. ഇപ്പോഴ് ഹെൽപ്പർ ആരാണ്? യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്, യോഹന്നാൻ 14:16, ഇപ്പോഴേ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞാനാണ് നിങ്ങളുടെ സഹായി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്, ഇപ്പോഴേ ഞാനാണ് നിങ്ങളുടെ സഹായി. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ വേറൊരു അനദർ ഹെൽപ്പർ, അലോസ് പാരാക്ലോറ്റോസ്, അനദർ ഓഫ് സെയിം കൈൻഡ്, എന്നെ പോലുള്ള വേറൊരു ഹെൽപ്പറെ നിങ്ങൾക്ക് തരും. അത് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ ജീസസ് ന്യൂസ് ദാറ്റ് ഹീ വാസ് ഹിസ് ഹെൽപ്പർ. യേശുവിന് അറിയാമായിരുന്നു അവന് ഹെൽപ്പറാണ്. ത്രൂ ഹിസ് റിഡീമിങ് ആൻഡ് അറ്റോണിങ് ബ്ലഡ് വി വെർ ഹെൽപ്ഡ്. നമ്മളെ ദൈവം വീണ്ടെടുത്തത്, നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു, റിഡീം ചെയ്തു. ഇപ്പോഴ് വേറൊരു ഹെൽപ്പറെ തന്നിരിക്കുകയാണ്. അതാരാണ്? പരിശുദ്ധാത്മാവ്. അതൊരു ഹീലിംഗ് ഈസ് ദെയർ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ സൗഖ്യം ഉള്ളത് നിങ്ങൾക്കുണ്ട്, കാരണം എൻ്റെ പ്രസൻസ് കൊണ്ടുണ്ട്. രോഗസൗഖ്യം നിന്നിലുണ്ട്, അത് എൻ്റെ റിഡംഷനിൽ കൂടി നിങ്ങളുടെ വന്നു കഴിഞ്ഞു, വീണ്ടെടുപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വെൻ ഹി കംസ്, അത് മാറത്തില്ല. വേറൊരു ഹെൽപ്പർ നിങ്ങൾക്ക് വരികയാണ്. ജീസസ് യൂസിങ് ദ വേർഡ് അലോസ്. അലോസ് എന്ന് പറഞ്ഞൊരു വാക്ക് ദൈവോട്, യേശുക്രിസ്തുവോട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹെൽപ്പറായിട്ട് ഞാൻ നിങ്ങളോടുണ്ട്, എന്നാൽ വേറൊരു ഹെൽപ്പർ നിങ്ങൾക്ക് വരും. ആ ഹെൽപ്പർ നിങ്ങൾക്ക് വരുമ്പോഴേ അവനെ കാണാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഹലോ, ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിസിബിളായിട്ടൊരു ഹെൽപ്പറാണ്. യേശു പറയുന്നതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ വേറൊരു ഹെൽപ്പർ വരും. യേശുവിനറിയാം പരിശുദ്ധാത്മാവ് അവനെ പോലെ ശക്തിയുള്ളതാണ്. നിങ്ങൾ അവനെ കാണുകയില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന സൗഖ്യം അവനും തരും. ജീസസ് വാസ് ദ ടീച്ചർ, ഹോളി സ്പിരിറ്റ് വാസ് ദ ഫ്യൂച്ചർ ടീച്ചർ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, യേശു അവരെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഫ്യൂച്ചറിലെ, ഭാവിയിലുള്ള ടീച്ചറാണ്. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ ഹെൽപ്പർ ഇല്ലാതെ പറ്റത്തില്ല. നമുക്കറിയാം, യേശുക്രിസ്തു സിക്കായിട്ടുള്ള ആളുകളെ, രോഗികളെ സൗഖ്യമാക്കി. ഇത് ഞാൻ ചെയ്തത്, ഈ രോഗികളെ സൗഖ്യമാക്കിയത് നിങ്ങളും ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അത് നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ച്. എന്ത് ശക്തിയാണ്? മത്തായി 10 പറയുന്ന പവർ ടു കാസ്റ്റ് ഔട്ട് ഓൾ അൺക്ലീൻ സ്പിരിറ്റ്. ഈ ശക്തി എന്ന് പറയുന്നത് ഈ പൈശാചിക മേഖലകളിലുള്ള
ഇതിനെയെല്ലാം പുറത്ത് ചാടിക്കാനുള്ള ശക്തി. അതെന്തോ ടൈപ്പ് ശക്തിയാണ്? ദാറ്റ് ഈസ് ദ ഡ്യുനാമിസ് പവർ. അതാണ് ശക്തി എന്ന് പറയുന്നത്, ഡ്യുനാമിസ് പവർ എന്ന് വെച്ചാൽ ഡ്യുനാമിസ് പവർ മീൻസ് എബിലിറ്റി ടു ചേഞ്ച്, മാറ്റാനുള്ള കഴിവ്, ഈ മാറ്റത്തിലേക്ക് വരാനുള്ള കഴിവ്. ഇതാണ് യേശു ക്രിസ്തു നമുക്ക് ഓഫർ ചെയ്തത്. ഞാൻ ശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തി മിറക്കിളിൻ്റെ ഒരു കീ ആണെന്ന് പറയാനായിട്ട് ഞാൻ എടുത്ത് പറയുന്ന ആ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ സമയം തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ശക്തിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഞാനതൊന്ന് ക്ലിയർ ആക്കി ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശക്തി ഉണ്ട് എന്ന് പറയാനായിട്ട് അല്പം പ്രയാസമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ശക്തിയുണ്ട്, സമ്മതിച്ചു. എന്നാൽ അത് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴാണ് ശക്തി വരുന്നത്. ഹലോ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശക്തി നമ്മൾ എക്സർസൈസ് ചെയ്യണം. അവിടാണ് അനോയിൻറ്റിങ് ഓഫ് ദ സ്പിരിറ്റ് വേണ്ട. ഇന്നർ അനോയിൻറ്റിങ്ങും ഔട്ടർ അനോയിൻറ്റിങ്ങും ഉണ്ട്. അതിൽ പിന്നെ അനോയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയാം. നമുക്ക് ഇന്നറും അകത്തൊരു അനോയിൻറ്റിങ്ങും പുറത്തൊരു അനോയിൻറ്റിങ്ങും ഉണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ഇന്നർ അനോയിൻറ്റിങ് ഉണ്ട്. അത് മാത്രം പോരാ. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് ദൈവം ആ ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഒരു മിറക്കിൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ സിക്കായിട്ടുള്ള ആളുകൾ ഹീലാകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് വരണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊരു ചേഞ്ച് വരണമെങ്കിൽ, ഈ ഡ്യുനാമിസ് പവർ, ദാറ്റ് ഈസ് ദ ഏജൻറ്റ് ഓഫ് ചേഞ്ച്, അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, ആ ശക്തി നിങ്ങൾ എക്സസൈസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അത് യേശു ശിഷ്യന്മാരോട് ഉണ്ടായിരുന്നപ്പോഴേ അതില്ലായിരുന്നു. എന്നാൽ ഹി വാസ് ദ ഹെൽപ്പർ. അത് യേശു പറയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ ഒരു ഫ്യൂച്ചർ ടീച്ചർ, ഫ്യൂച്ചർ ഹെൽപ്പർ വരും, ഓഫ് സെയിം കൈൻഡ്, എന്നെ പോലെ തന്നെയുള്ള അലോസ്, സെയിം കൈൻഡായിട്ടുള്ള ഒരു ഹെൽപ്പർ നിങ്ങൾ വരും. അവനെ നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല, അവൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും, അവൻ വന്ന് നിങ്ങൾക്ക് ശക്തി തരും. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുപോലെ യേശു ശിഷ്യന്മാരെ ഇവിടെ പറയാണ്, ഈ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പ്രോസസ്സ് അതിനോട് കണ്ടിന്യൂസ് ആണ്. ആ പ്രോസസ്സ്, ഈ യു ഷാൽ റിസീവ് പവർ ആഫ്റ്റർ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് കം അപ്പോൺ യു. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ശക്തി പ്രാപിക്കാൻ പറ്റൂ. എന്നാൽ പരിശുദ്ധാത്മാവ് മാത്രം പോരാ, അവിടെ ശക്തിയും കൂടെ ആവശ്യമാണ്. ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ അനോയിൻറ്റിങ്. അതും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളാകാൻ പറ്റുള്ളൂ, നിങ്ങൾക്കൊരു മിറക്കിൾ നടത്താൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്ന കാര്യം, വി ആർ നൗ ഷിഫ്റ്റിംഗ് ടുവേഴ്സ് ദ അനോയിൻറ്റിങ്. അനോയിൻറ്റിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാവം എടുത്ത് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് ഈ അഭിഷേകം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഒരു എക്സ്റ്റേണൽ അനോയിൻറ്റിങ്ങും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അടങ്ങിയിരിക്കുകയല്ല. യെസ്, അതെല്ലാവരിലും ഉണ്ട്. കർത്താവ് സൃഷ്ടിച്ചപ്പോഴേ ഉള്ളത് ആത്മാവാണത്, അതെല്ലാവരിലും ഉണ്ട്. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോഴേ ഉറങ്ങിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനകത്ത് ആ ദീപം കത്തിച്ചു പരിശുദ്ധാത്മാവ് വന്നു. അത് മാത്രം പോരാ, ഹീസ് എ പവർ, ദർ ഇസ് എ പവർ ഫോർ ദാറ്റ്. ആ പവർ നമ്മൾ എക്സസൈസ് ചെയ്യണം. ആ പവർ ഉണ്ടെങ്കിലേ ലൈറ്റ് കത്തുള്ളൂ. ബിജിലി, ഇലക്ട്രിസിറ്റി കാണാൻ പറ്റത്തില്ല, ആ പവർ വേണം. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടമാവണം. അതാണ് ആവശ്യമായിരിക്കുന്നു. സോ ഹൗ ടു വാക്ക് ഇൻ പവർ, അതാണ് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ പറയുന്നത്. ഈ പരിശുദ്ധാത്മ ശക്തിയിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം, നടക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് ഒരു കീ നീ തന്നിട്ടുണ്ട്. ഞങ്ങളിലുള്ള വിടുതലുകൾ, ഞങ്ങളിലുള്ള പ്രോസ്പെരിറ്റി, ഞങ്ങളിലുള്ള കർത്താവെ ഡെലിവറൻസ്, ഞങ്ങളിലുള്ള മിറക്കിൾസ് എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വരുന്നു എന്ന് തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഈ ദിവസങ്ങൾ കൃപയൊരുക്കണം. കർത്താവെ, അതിൻ്റെ ഒരു അഭിഷേകം കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് കൃപയൊരുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി വാച്ച് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ തീർന്നില്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ എടുത്തേക്കും. ഈ യേശു ക്രിസ്തു നമുക്ക് പോയ ഈ ഹെൽപ്പർ പാരാക്ലീറ്റസ്, അതിൻ്റെ ശക്തിയിൽ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.